ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് പോരാട്ടത്തിന് കളിക്കളത്തിന് അപ്പുറത്തേക്ക് പ്രാധാന്യം നൽകുന്ന കാലത്താണ് ഇന്നൊരു മത്സരം നടക്കുന്നത്. നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലോകവേദികളിൽ ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ കൃത്യമായ ആധിപത്യം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്ന ഓരോ മത്സരത്തെയും പ്രത്യേകമായി തന്നെയാണ് ആരാധകർ കാണുക. കാരണം ടെസ്റ്റിലും ഏകദിനത്തിലുമെല്ലാം ഇന്ത്യക്ക് മേൽ ആധിപത്യമുണ്ട് പാകിസ്ഥാൻ. എന്നാൽ 2020-ൽ ഇന്ത്യക്കാണ് എന്നും മുൻതൂക്കം. ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. 2020 ഫോർമാറ്റിൽ 16 മത്സരങ്ങളിലാണ് ഇരു ടീമും ഇതുവരെ ഏറ്റുമുട്ടിയത്. അതിൽ 12 മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചു. ഒരു മത്സരം ടൈയായി. അതോടൊപ്പം തന്നെ ആ ടൈയായ മത്സരത്തിൽ ബോൾ ഔട്ടിലൂടെ ഇന്ത്യ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ആദ്യത്തെ ലോകകപ്പിലാണ്. 2007-ലെ ലോകകപ്പിലായിരുന്നു ആ മത്സരം. 3 മത്സരങ്ങളിൽ മാത്രമാണ് 2020-ൽ ഇന്ത്യക്ക് മേൽ പാകിസ്ഥാന് വിജയം കുറിക്കാൻ സാധിച്ചത് എന്നതുകൂടി ഈ കണക്കുകളിൽ ഏറ്റവും പ്രസക്തമാണ്. ഇനി തൊട്ട് രണ്ടാമത്തെ കണക്കുകളിലേക്ക് പോയാൽ ലോകകപ്പുകളിൽ ഇന്ത്യ പാകിസ്ഥാന്റെ പോരാട്ടങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാം. ഏകദിന 2020 ഫോർമാറ്റുകളിലായി 16 തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകകപ്പുകളിൽ നേർക്കുനേർ വന്നത്. അന്നത്തെ കണക്കുകളിൽ 16-ൽ 15 മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചു. ഒരു മത്സരത്തിൽ മാത്രമാണ് പാകിസ്ഥാന് ജയിക്കാൻ സാധിച്ചത്. അത് 2021 ലോകകപ്പിൽ മാത്രമാണ് പാകിസ്ഥാന് ഇന്ത്യക്ക് മേൽ ഒരു ജയം കുറിച്ചത്. പക്ഷെ അതൊരു 10 വിക്കറ്റിന്റെ വിജയമായിരുന്നു. ഏറ്റവും മികച്ച വിജയം തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാൻ സ്വന്തമാക്കിയത്. ഇനി 2020 ലോകകപ്പുകളിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ അവിടെ എന്തായാലും ഇന്ത്യക്ക് തന്നെയാണ് അവിടെയും മേൽക്കൈ. നമുക്ക് കണക്കുകളിൽ കാണാം. 8 മത്സരങ്ങളാണ് ആകെ 2020 ലോകകപ്പിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കളിച്ചത്. അതിൽ 7 മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചു. ഒരു മത്സരത്തിൽ മാത്രം പാകിസ്ഥാൻ ജയിച്ചു. 7 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ 6 എണ്ണത്തിലാണ് ഇന്ത്യ നേരിട്ട് ജയിച്ചത്. ഒരു മത്സരം ബോൾ ഔട്ടിലൂടെ ആയിരുന്നു ഇന്ത്യയുടെ വിജയം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി അടുത്തത് ഏറ്റവും അവസാനം നടന്ന മത്സരമാണ്, ടൂർണമെന്റാണ്. അത് കഴിഞ്ഞ ഏഷ്യ കപ്പാണ്. അവിടെ ഇന്ത്യക്ക് ഒരു സമ്പൂർണ്ണ വിജയം നമുക്ക് കണക്കുകളിൽ കാണാം. കാരണം 3 മത്സരങ്ങളാണ് നടന്നത്. 3 മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചു എന്നതാണ് ഈ കണക്ക്. കാരണം അത് തുടക്കത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിലാകട്ടെ, പിന്നീട് സൂപ്പർ ഫോറിലാകട്ടെ, ഏറ്റവും ഒടുവിൽ ഫൈനലിൽ 3 മത്സരങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 7 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയമെങ്കിൽ സൂപ്പർ ഫോറിൽ അത് 6 വിക്കറ്റിനായിരുന്നു. ഫൈനലിൽ 5 വിക്കറ്റിന് ജയിച്ച് ഇന്ത്യ കിരീടം സ്വന്തമാക്കി. അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം അന്നത്തെ ഇന്ത്യൻ ടീമും ഇന്നത്തെ ഇന്ത്യൻ ടീമും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേ സംഘം തന്നെയാണ് സൽമാൻ അലി ആഖയെയും സംഘത്തെയും നേരിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക്